ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 10 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടി അഭിനയിച്ച ഏജന്റ് എന്ന തിയേറ്ററുകളിലെ വൻ ദുരന്തമായ സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. ചിത്രം അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ ആഴ്ച മാർച്ച് 14-ാം തീയതി OTT റിലീസ് ആകുകയാണ്. സോണി ലിവിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ തെലുഗു സിനിമ OTT റിലീസ് ആകുന്നതാണ്. രണ്ടാമത്തേത് മോവാന 2 എന്ന നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വലിയ വിജയം നേടിയെടുത്ത ഡിസ്നിയുടെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രവും ഈ ആഴ്ച OTT റിലീസ് ആകുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 12-ാം തീയതി സിനിമ ലഭ്യമാകുന്നതാണ്. ഇന്ത്യൻ ഭാഷകളിലടക്കം റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തതൊരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഡ്യൂപ്ലിസിറ്റി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലൂടെ അടുത്തയാഴ്ച മാർച്ച് 20-ാം തീയതി സിനിമ OTT റിലീസ് ആക്കുന്നതാണ്. ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ആമസോൺ പ്രൈമിൻ്റെ സീരീസിൻ്റെ പുതിയ സീസണാണ് ദി വീൽ ഓഫ് ടൈം. സീരീസ് ഈ മാർച്ച് 13-ാം തീയതി പ്രൈമിലൂടെ റിലീസാകുന്നതാണ്. വനവാസ് എന്ന സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയാണ്. ഈ ഹിന്ദി സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ ആഴ്ച മാർച്ച് 14-ാം തീയതി C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ സിനിമ റിലീസ് ആകുന്നതാണ്. വീഡിയോയിലെ 6ാമത്തെ അപ്ഡേറ്റ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ത്രയം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. 2-3 വർഷങ്ങൾക്ക് മുന്നേ ഷൂട്ട് പൂർത്തിയാക്കിയ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ത്രയം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിൽ മാത്രമാണ് ഒരുപാട് താരനിര ഭാഗമായ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. വിനീത് ശ്രീനിവാസൻ നായകനായി എത്തിയ മലയാളം സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. സിനിമയും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട മലയാളം സിനിമയാണ്. മാർച്ച് 14-ാം തീയതി മനോരമ മാക്സിലൂടെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെ സിനിമ ആമസോൺ പ്രൈമിലും സിംപിളി സൗത്തിൽ കൂടി OTT റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ജാതി ജാതകത്തിനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമയായിരുന്നല്ലോ ബേസിൽ ജോസഫ് നായകനായി എത്തിയ പൊന്മാൻ. തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഒപ്പം ഡീസന്റ് കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത പൊന്മാൻ ഈ ആഴ്ച മാർച്ച് 14-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ ഹോട്ട്സ്റ്റാർ അറിയിച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ പൊന്മാൻ OTT റിലീസ് ആകും. അപ്പോൾ കാത്തിരിക്കാം ഈ ആഴ്ചയിലെ OTT റിലീസിനൊരുങ്ങുന്ന വിവിധ സിനിമകൾ കേട്ട്.